അപ്പൊ ഒരു ഞായറാഴ്ചത്തെ കുട്ടി വ്ളോഗാണേ. ബോറടിച്ച് പണ്ടാരം അടങ്ങിയിരുന്നപ്പോ നേരെ ഷുട്ടാപ്പിനെ ലച്ചൂസിനെ എല്ലാരും കൂടെ വണ്ടിയിലെടുത്ത് തട്ടിയിട്ട് നേരെ ഒരു കൂട്ടുകാരുടെ വീട്ടിലോട്ട് വിട്ടു പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്ന കേട്ടോ. ഇവിടുന്ന് ഒത്തിരി ദൂരമൊന്നുമില്ല, തൊട്ടടുത്ത് തന്നെയാ. ഇതാണ് അവളുടെ വീട്. അപ്പൊ നേരെ അവിടെ കയറി ചെന്ന സമയത്ത് അവള് വിലക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിക്കുന്ന സമയമായിരുന്നു. എന്തുവാണേലും വേണ്ടില്ല, അവള് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഞങ്ങൾക്കൊരു ജ്യൂസൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടേ. ഒരു ചിയേഴ്സ് ഒക്കെ പറഞ്ഞിരുന്നപ്പോഴാണ് അവളുടെ കഥാനായകൻ ലാൻഡ് ചെയ്യുന്നത്. പെട്ടെന്ന് കണ്ടിട്ടുള്ള ഒരു എക്സ്പ്രഷൻ അതായി ഇട്ടേക്കുന്നത്. വേറൊന്നും കണ്ടല്ല, തുണി മുകളിൽ ഇടുന്നത് എടുക്കാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോഴാണ് ഈ കാഴ്ച കാണുന്നത്. അതുകൊണ്ടാട്ടോ. അപ്പൊ എന്തുവാണെങ്കിലും ഞങ്ങൾ എല്ലാവരുടെ നേരെ വീടിന്റെ മുകളിലോട്ട് പോയിട്ട് അവിടെ ചെന്ന് കുറച്ചു നേരം കത്തി വെക്കാന്ന് വിചാരിച്ചു. എന്റെ കുഞ്ഞിപ്പെണ്ണും അവിടുത്തെ കുഞ്ഞിപ്പെണ്ണും രണ്ടുപേരും അംഗനവാടി മീറ്റ്സ് ആണ്. അതുകൊണ്ട് അവർ ഭയങ്കര കളിയും ചിരിയും കാര്യങ്ങളൊക്കെ ആയിട്ടിരുന്നു. എന്നെ ഷുട്ടാപ്പിക്ക് കമ്പനി കൊടുക്കാനായിട്ട് ഇവളുടെ മൂത്ത കുഞ്ഞിപ്പെണ്ണുണ്ടായിരുന്നു. പക്ഷെ അവളിന്ന് ഇവിടെ ഇല്ല. അതുകൊണ്ട് ചെറിയൊരു വൈക്ലപ്പി വാന്റെ മുഖത്തുണ്ട്. അവൻ അതൊക്കെ പ്രതീക്ഷിച്ചായിരുന്നു അവിടെ ഇങ്ങോട്ടേക്ക് വിട്ടത്. അപ്പൊ എന്താണേലും ഞങ്ങളിങ്ങനെ സംസാരിച്ച് സമയം പോകുന്നതൊന്നും അറിയുന്നേ ഇല്ല കേട്ടോ. ഇവര് തമ്മിൽ കല്യാണം കഴിച്ചിട്ട് എനിക്കൊന്ന് 9-10 വർഷത്തോളം ആകാറായി. അടിയും പിടിയും വഴക്കും ഒക്കെ ആയിട്ട് ആദ്യമൊക്കെ വിചാരിക്കുമായിരുന്നേ എങ്ങനെ ഇവര് തമ്മിൽ ഒത്തുപോകുമെന്ന്. എന്റെ പൊന്നോ, അതുപോലെ വഴക്കായിരുന്നു. ഇവരുടെ വഴക്ക് തീർക്കാന്നുള്ളതായിരുന്നു എന്റെ സ്ഥിരം കലാപരിപാടി. അപ്പൊ എന്തുവാണേലും അവരവരുടെ ജീവിതം അടിയും പിടിയും വഴക്കും പ്രശ്നങ്ങളും എല്ലാമായിട്ട് സ്നേഹമുണ്ട് കേട്ടോ. ഇതൊക്കെ ആയിട്ട് ഇതിപ്പോ 9 വർഷം കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ. ഇത്ര സീരിയസ് ആയിട്ട് എന്തുവാണ് ഈ സംസാരിക്കാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും അറിയത്തില്ല. എല്ലാ ദിവസവും ഇവരൊക്കെ തന്നെ കാണുന്നതുവാ. എന്നാലും ഇങ്ങനെ വന്നിങ്ങനെ ഇരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങളായിരിക്കും സംസാരിക്കുന്നത്. സംസാരിച്ച് സമയം പോകുന്നത് പോലും അറിയത്തില്ല കേട്ടോ. ഞങ്ങളുടെ കത്തിവെക്കലിന്റെ ഇടയിൽ അവരവരുടെ കളി ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. ഇതിവിടെ വന്നു കഴിഞ്ഞാൽ ഇവരുടെ സ്ഥിരം കളിയാണ്. ഇതുകൂട്ട് കുറെ ഓടിന്റെ കഷ്ണങ്ങൾ ഇങ്ങനെ അടുക്കി വെക്കുക, അതിങ്ങനെ തട്ടിക്കളയുക, വീണ്ടും അത് അടുക്കി വെക്കുക, ഇതൊക്കെ തന്നെ. അപ്പൊ ഇപ്പൊ നിങ്ങൾ സമയം കണ്ടല്ലോ. നിങ്ങൾ ഈ രാത്രിയാകുന്നത് കണ്ടപ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവൂല എത്ര നേരം അവിടെ നിന്ന് കത്തി വെച്ചിട്ടാണ് ഈ ഇറങ്ങി പോകുന്നതെന്നുള്ളത്. എന്നിട്ടും തീരുന്നില്ല കേട്ടോ. എന്താണ് ഇതിന് മാത്രം ഈ പറയാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പിടുത്തവും ഇല്ല. അപ്പം ഞങ്ങൾ എല്ലാരും കൂടെ നേരെ താഴോട്ട് പോയിട്ട് ബാക്കി കത്തുവ പിന്നെ അവിടെ നിന്നാകാന്ന് വിചാരിച്ചു. കാരണം വീഡിയോ എടുത്തിട്ട് ഒരു പ്രയോജനം ഇല്ലല്ലോ, നല്ല ഇരുട്ടായി. അപ്പൊ ഇവിടുന്ന് നേരെ അകത്തോട്ടൊക്കെ ചെന്ന് ഇനി അംഗം വെട്ടും കാര്യങ്ങളൊക്കെ അകത്തിട്ടുള്ള പരിപാടിയാക്കാന്ന് വിചാരിച്ചേ. ഇവിടെ വന്നിട്ട് അവരുടെ കളിക്കുന്ന ഒരു കുറവുമില്ല കേട്ടോ. അവർ തന്നെ അടുത്ത അമ്മയും കുഞ്ഞും കളിക്കാനാണ്. അല്ലെങ്കിൽ പെമ്പിള്ളേര് പണ്ടേ ഈ അമ്മയും കുഞ്ഞും കളിക്കാരാണല്ലോ. പണ്ടൊക്കെ 2-3 ചിരട്ട എടുത്ത് കുറച്ച് മണ്ണൊക്കെ ഇട്ട് വെള്ളമൊക്കെ ഒഴിച്ച് കുഴയ്ക്കുന്നത്. ഇപ്പോഴാണെങ്കിൽ എല്ലാവർക്കും ഫോണെന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം ചെവി വെക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ കളി. അത്രയേ ഉള്ളൂ ഇതിലൊക്കെ വ്യത്യാസം. അപ്പൊ അമ്മയും കുഞ്ഞും ആദ്യം ഒരാളായിരുന്നെങ്കിൽ ഇപ്പം കഥ മാറിയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ നേരെ ഓപ്പോസിറ്റ് ആയി. അപ്പൊ അവരുടെ അമ്മയും കുഞ്ഞും കളിയുടെ ഇടയിൽ സോബി എന്നാട്ടോ നമ്മുടെ കഥാനായികയുടെ പേര് ജിഷ. അപ്പൊ നായകനും നായികയും കൂടെ വീണ്ടും അടി തുടങ്ങിയിട്ടുണ്ട്. ഇവരൊരു 5 മിനിറ്റ് സ്നേഹത്തോടെ ഇരുന്ന് കഴിഞ്ഞാൽ 10 മിനിറ്റ് അടിയായിരിക്കും. പക്ഷെ ഞാൻ വീഡിയോ എടുക്കുന്ന കാരണം അവർക്ക് ആ അടി അങ്ങോട്ട് മൂപ്പിക്കാൻ പറ്റിയില്ല. പുള്ളി അങ്ങ് ചിരിച്ചുപോയി. എന്നാലും ഞങ്ങളുടെ കളിയും ചിരിയും വഴക്കും ബഹളവും എല്ലാം ഇതിന്റെ ഇടയിൽ ഇങ്ങനെ നടന്നുകൊണ്ടേയിരുന്നു കേട്ടോ. ഇങ്ങനെയൊക്കെ വന്നിരുന്ന് ഒന്നും ഊട്ടിയൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തർക്കിക്കുക, അതൊക്കെ ഒരു രസം തന്നെയാട്ടോ. അപ്പൊ തർക്കീരും കാര്യങ്ങളും ഒക്കെ സൗണ്ട് കൂടി വന്നപ്പോ ഞങ്ങളുടെ കുഞ്ഞിപ്പെണ്ണത് അവിടെ ഒന്ന് പറയുന്നുണ്ടോ, മിണ്ടാതിരിക്കുന്നുണ്ടോ രണ്ടും കൂടെ. നിങ്ങൾ കേട്ടോണേ. സോറി, കേൾക്കാൻ പറ്റത്തില്ല കാരണം വോയിസ് ഇടാൻ പറ്റത്തില്ലല്ലോ, നിങ്ങൾ എല്ലാവരും കേൾക്കത്തില്ലേ. അപ്പൊ വോയിസ് ഒന്നുമില്ല, അതാ അവളുടെ എക്സ്പ്രഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോ, മടുത്തു, നിർത്ത് എന്നാണ് അവളാ പറഞ്ഞതിന്റെ അർത്ഥം. ആ ആക്ഷന്റെ അർത്ഥം അതായിരുന്നേ. ഈ വഴക്കൊക്കെ 5 മിനിറ്റ് നേരത്തേക്കേ ഉള്ളൂ കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും പിന്നെ ഈ വഴക്ക് ഇവിടെ തന്നെയാണോ നടന്നത് എന്ന് വിചാരിക്കുന്ന ടൈപ്പിലേക്ക് ഇവര് തമ്മിൽ സ്നേഹമായിക്കോളൂ. അതിപ്പോ ഒരുമാതിരിപ്പെട്ട എല്ലാ വീടുകളിലും ഇതൊക്കെ തന്നെയല്ലേ പരിപാടി അല്ലേ. ഫുൾ ടൈം സ്നേഹിച്ചിരിക്കുന്ന എവിടെയാ കാണുന്നേ? എങ്ങും കാണത്തില്ലെന്നേ. ഞങ്ങളൊക്കെ ഇവിടെ ആണ് മുട്ടനടിയായിരിക്കും. എന്നാലും ആ അടിക്കകത്തൊരു വല്ലാത്ത സ്നേഹമുണ്ട് കേട്ടോ. അപ്പൊ എന്തുവാണേലും അടിയും വഴക്കും കാര്യങ്ങളും തമാശയും സന്തോഷം എല്ലാം കഴിഞ്ഞിട്ട് പോകാൻ ഇറങ്ങിയപ്പം പയ്യെ കീക്കമ്മ വന്നിട്ട് എന്റെ കുഞ്ഞിപ്പെണ്ണിനോട് പറയുവാ, നീ വരുന്നില്ലെന്ന് പറയാൻ. അപ്പൊ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷം. എല്ലാവർക്കും ടാറ്റാ.